വെൽഫെയറിൻ്റെ പിന്തുണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ UDF പറയുന്നത് SDP-യുടെ പിന്തുണ മഞ്ചേശ്വരത്ത് LDF-ന് എന്ന് പറയുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. അങ്ങനെ ആ വോട്ട് LDF വാങ്ങുമോ? എങ്ങനെയാണ്? ഞാൻ അറിഞ്ഞിട്ടില്ല LDF-ന് ഇവർ പിന്തുണ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. സ്ഥാനാർത്ഥിയെ പരസ്യമായിട്ട് പറഞ്ഞു LDF-നെ നേതാവ് തുളസീധരൻ പള്ളിക്കൽ എന്ന് പറയുന്ന വ്യക്തി അയാൾ പറഞ്ഞത് CPI-യുമായി ഒരു ധാരണയുണ്ട് എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാമല്ലോ, കേരളത്തിലുടനീളം വർഗീയതക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവരാണ് ഞങ്ങൾ. പ്രത്യേകിച്ച് സംഘപരിവാരത്തിനെതിരെ ഏറ്റവും തുടർച്ചയായി സമരം നടത്തുന്ന സംഘടന DYFI. ഭരണം ഉപയോഗപ്പെടുത്തി നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ എങ്ങനെ വിഭാഗീയത ഉണ്ടാക്കാം എന്ന് ആലോചിക്കുന്നവരവർ. എന്നാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണത എന്താ? ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷം, CPIM, DYFI ഒക്കെ എന്താണ് RSS-നെ RSS-നോട് ഒരു മൃദു സമീപനം സ്വീകരിക്കുന്ന സംഘടനയാണ്. അവരെ പ്രീണപ്പെടുത്താൻ വേണ്ടി, സൗകര്യപ്പെടുത്താൻ വേണ്ടി, അവരോട് പിന്തുണ കിട്ടാൻ വേണ്ടിയൊക്കെ ഇടപെടുന്നവരാണ് എന്നുള്ള പ്രചരണമാണ് അവരയച്ചു വിടുന്നത്. അത് തന്നെയാണ് ആരും ഏറ്റെടുക്കുന്നത്? UDF ഏറ്റെടുക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി എന്താണോ പറയുന്നത് അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനമാണ് ഇന്ന് ആര് സ്വീകരിക്കുന്നത്? UDF സ്വീകരിക്കുന്നത്. ഇപ്പോൾ PMA സലാം ജമാഅത്തെ ഇസ്ലാമിയും സമസ്ത സുന്നിയും ഒരുപോലെയാണ് എന്ന് പറഞ്ഞു. നിങ്ങൾ കേട്ട് കാണും. PMA സലാം മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുക, ജമാഅത്തെ ഇസ്ലാമി എന്തല്ല ഒരു വർഗീയ കക്ഷിയല്ല, മറ്റൊരു സംവിധാനമല്ല, അവർ EK സുന്നിയെ പോലെ അവർ മറ്റൊരു മതസംഘടനയാണ് എന്ന് പറഞ്ഞു വെക്കുക. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? VD സതീശൻ പറഞ്ഞു ഇതെന്തല്ല മതരാഷ്ട്രവാദം മുന്നോട്ട് വെക്കുന്നവരല്ല ആര്? ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നു. എന്നാൽ MK മുനീർ കഴിഞ്ഞ ദിവസം പറഞ്ഞു അങ്ങനെയല്ല, ആ നിലപാട് തെറ്റാണ് എന്ന് ആവർത്തിച്ചു. കഴിഞ്ഞ ദിവസം നിങ്ങൾ മാധ്യമപ്രവർത്തകർ പോയപ്പോൾ MK മുനീർ അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞു വെക്കുന്നു. എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നമ്മൾ കാണേണ്ടത് ഈ വർഗീയവാദികളോട് ഏറ്റവും ചേർന്ന് നിൽക്കുകയും അവരെ ഒരു സഖ്യകക്ഷികളെപ്പോലെ കാണുകയും അവരോടൊപ്പം മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് കേരളത്തിലെ UDF. അവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ഇടതുപക്ഷത്തെ DYFI-യൊക്കെ ഞങ്ങൾ നടത്തുന്ന വർഗീയതക്കെതിരെയുള്ള പോരാട്ടത്തെ ദുർബലപ്പെടുത്താനാണ് അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തുക എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നതിന് ഈ നാട്ടിലെ എല്ലാ മനുഷ്യരുടെയും പിന്തുണ ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും SDP-യോടോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയോടോ ഈ പറയുന്ന RSS-നോടോ ഒരു പരസ്യ സഖ്യമുണ്ടാക്കി മുന്നോട്ട് പോകുന്ന നിലപാട് ഒരു കാലത്തും ഞങ്ങളാരും സ്വീകരിക്കാറില്ല. അല്ല, ഈ പലയിടങ്ങളിലും നിങ്ങൾക്കറിയാലോ, ഓരോ വ്യക്തികൾ പലയിടങ്ങളിലും ഇതുപോലെ പല സാഹചര്യങ്ങളിൽ വോട്ട് ചെയ്യും. നമ്മളുടെ ഒരു പൊതു നിലപാട് വർഗീയതക്കെതിരെയുള്ള നിലപാടാണ്. അതിലൊരു വിട്ടുവീഴ്ചയുമില്ല, എവിടെയും ഒരു നീക്കുപോക്കില്ല. എന്നാൽ ഇവിടെ ജമാഅത്തെ ഇസ്ലാമി കോഴിക്കോട് കോർപ്പറേഷൻ നിങ്ങൾക്ക് അറിയുന്നല്ലേ, ചെറുവണ്ണൂർ സീറ്റിൽ മത്സരിച്ചത് ആരാ? ജമാഅത്തെ ഇസ്ലാമിയ. UDF-ആയിട്ട് അലയൻസാ. എത്ര സ്ഥലങ്ങളിൽ അങ്ങനെ അലയൻസ്? അങ്ങനെ കൂടിച്ചേർന്ന് ഒരു മുന്നണിയായിട്ട് മത്സരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മതനിരപേക്ഷ മൂല്യങ്ങൾ മുറുകെ പിടിച്ച് അതിനുവേണ്ടി വോട്ടഭ്യർത്ഥിക്കുന്ന ഒരു മുന്നണിയാണ് ഞങ്ങൾ പിന്തുണക്കുന്നത്. പാലക്കാട് വീണ്ടും ഒരു ലൈംഗിക പീഡന പരാതി ഒരു കോൺഗ്രസ് നേതാവിനെതിരെ വരുന്നുണ്ട്. കൗൺസിലറാണ്. എങ്ങനെ? ഞാൻ പറഞ്ഞല്ലോ, ഒരു വർഗീയവാദികളോടും ഒരു മൃദു സമീപനവും ഞങ്ങൾ സ്വീകരിക്കില്ല. ഈ വോട്ട് വേണം എന്ന് പറയുന്ന ആൾ ഞാനല്ലല്ലോ, അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. ഞാൻ DYFI-യുടെ ഒരു സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലക്ക് പറയാണ്. അത് ആധികാരികമായിട്ട് നിങ്ങൾ പറയാം. കാരണം ഓരോ സ്ഥാനാർത്ഥികൾക്കും വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അവർ വോട്ട് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യട്ടെ. എന്നാൽ ഞങ്ങൾക്കൊരു ബോധ്യമുണ്ട്, ഇടതുപക്ഷം, കേരളത്തിലെ ഇടതുപക്ഷം, ഇന്ത്യയിലെ ഇടതുപക്ഷം മതനിരപേക്ഷ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നതാണ്. സംഘപരിവാരത്തിനെതിരെ നിരന്തരമായ പോരാട്ടം നടത്തുന്നവരാണ്. ഈ രാജ്യത്ത് മനുഷ്യരെ വിഭജിക്കുന്ന രാഷ്ട്രീയത്തെ എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന മുന്നണിയാണ് ഇടതുപക്ഷം. ആ ബോധ്യം ഞങ്ങൾക്കുണ്ട്. ഈ പാലക്കാട് വീണ്ടും ഒരു ലൈംഗിക പീഡന പരാതി ഒരു കോൺഗ്രസ് നേതാവിനെതിരെ വന്നിട്ടുണ്ട്. അത് സസ്പെൻഡ് ചെയ്ത് തടിയൂരാനാണ് ഇപ്പോൾ കോൺഗ്രസ് നീക്കം നടത്തിയിരിക്കുന്നത്. അതിനെങ്ങനെയാണ് കാണുന്നത്? അത് മാത്രമല്ല, ആ പരാതിയിൽ ആ പെൺകുട്ടി പറയുന്നത് ഈ പ്രതിയായിട്ടുള്ള ആള് അവിടെ നിന്ന് ഷാഫി പറമ്പിലിനെ വീഡിയോ കോൾ വിളിക്കുകയും ഈ പെൺകുട്ടി അവിടെ ഉള്ളത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാണ് ആ പെൺകുട്ടി മൊഴിയായിട്ട് നൽകിയിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഈ മുന്നിൽ നിന്നുകൊണ്ട് ഇനിയിപ്പോൾ ഈ ഷാഫിയുടെയും അവിടുത്തെ MLA-യുടെയും ഒക്കെ പേര് പറഞ്ഞാൽ അതും ഈ പറയുന്നത് പോലെ ഈ ചർച്ചയെ വഴിതിരിച്ചു കൊണ്ടുപോകുന്ന രീതിയിലാണ്. യഥാർത്ഥത്തിൽ ആ കുട്ടിക്ക് നീതി കിട്ടണം. ഈ കോൺഗ്രസും ഈ യൂത്ത് കോൺഗ്രസും ഒക്കെ ഈ സമൂഹത്തിൽ ചെയ്യുന്ന ചെയ്തികളെക്കുറിച്ച് നിങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കണം. ഞങ്ങൾ നിരവധി തവണ പറയുന്നതാണ്. എല്ലാം ഇതുപോലെ എല്ലാ തോന്നിവാസങ്ങളുടെയും കേന്ദ്രമായി കേരളത്തിലെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ മാറിയിട്ടുണ്ട്. അതിന് പിന്തുണ കൊടുക്കുന്നവരായി അവരുടെ നേതൃത്വം മാറിയിട്ടുണ്ട്.
ഇപ്പോൾ സസ്പെൻഡ് ചെയ്തു, നടപടിയെടുത്തു എന്നൊക്കെ പറയാം. മറ്റെന്ത് ചെയ്യാൻ പറ്റും? സസ്പെൻഡ് ചെയ്യാതിരിക്കാൻ പറ്റുമോ? നടപടിയെടുക്കാതിരിക്കാൻ പറ്റുമോ? എന്നാലും അവരിവരുടെ ഭാഗമാണ്. ഈ അധികാരവും ഈ സംവിധാനവും ഒക്കെ ഉപയോഗപ്പെടുത്തി ആളുകളെ പീഡിപ്പിക്കുകയും ദ്രോഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായി ഈ യൂത്ത് കോൺഗ്രസും മുതിർന്ന കോൺഗ്രസും ഒക്കെ മാറിയിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ നൈതികതയൊന്നും ഒരു പ്രശ്നമേ അല്ല. അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്.